ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ മസാല തയ്യാറാക്കാം. അതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് ഒന്നിളക്കാം. സവാള ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്നിളക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർക്കാം. ഞാനിവിടെ കിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, 1-2 പച്ചക്കറികൾ കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മൂന്നുമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിനാണ് കുറച്ചുകൂടി വേവ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർക്കുന്നത്. ഒരു 3 മിനിറ്റ് നേരം അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വഴുതനങ്ങ ചേർക്കുന്നുണ്ട്. വഴുതനങ്ങ, വെണ്ടയ്ക്ക, അതേപോലെ ക്യാപ്സിക്കം, ഈ 3 പച്ചക്കറികൾ ഇതിനകത്ത് ചേർക്കാൻ പറ്റുവാണെങ്കിൽ ചേർക്കുക. ഈ ഒരു കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് ഈ 3 പച്ചക്കറികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വഴുതനങ്ങയും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം വെണ്ടയ്ക്കയും തക്കാളിയും, ഇത് രണ്ടും ഏറ്റവും അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് ചൂടായി കിട്ടണം ഈ പച്ചക്കറികളെല്ലാം. നമ്മൾ ഈ ഒരു സമയത്ത് പച്ചക്കറികൾ കുക്ക് ചെയ്തെടുക്കുകയല്ല, നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളുടെ കൂടെ ഈ പൊടികളൂടെ ചേർത്ത് ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലത്തും പൊടികൾ എത്തുകയും അതിൻ്റെ പച്ചമണം മാറാനും ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറി ഏത് പരുവത്തിൽ വേണം, ഇച്ചിരി കൊഴുത്ത് വേണോ അല്ലെങ്കിൽ കുറച്ച് നല്ല ലൂസായിട്ട് ഗ്രേവിയോട് കൂടി വേണോ എന്നതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറികളെല്ലാം വെന്ത് കിട്ടും. ക്യാരറ്റും കിഴങ്ങും ഒക്കെ വെന്തോ എന്നുള്ളത് നോക്കുക. അത് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കഷ്ണങ്ങളും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഏകദേശം ഒരു ക്യാപ്സിക്കം ഇട്ട സാമ്പാറിൻ്റെ ഒരു രീതിയിലിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറ്റിമറിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ അവസാനം ചേർക്കാൻ പോകുന്ന മസാലയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് മസാല ചേർക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. ഈ ഒരു മസാല ചേർത്ത് കഴിയുമ്പോഴാണ് ഈ കറിയുടെ കംപ്ലീറ്റ് ലുക്ക് തന്നെയും അല്ലെങ്കിൽ ടേസ്റ്റ് തന്നെയും മാറി കിട്ടുന്നത്. അത് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. നിങ്ങൾ നോയമ്പ് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിലോ ഈ ഒരു കറി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ നല്ല ടേസ്റ്റിലുള്ളൊരു കറിയുമാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കിയെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് കുറച്ചുകൂടി കൊഴുപ്പ് വേണം അല്ലെങ്കിൽ ഇച്ചിരൂടെ തിക്കായിട്ട് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത്, 1-2 കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിക്നെസ് ഓക്കെയാണ്, കുറച്ച് മാത്രം വെള്ളം കുറച്ച് കുറുകിയ ചാറാണെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം വറ്റിയും കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു പരുവത്തിന് ഈ ഒരു കറിയുടെ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ മസാല കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്